ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും എൻ്റെ നാടായ കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ള യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിരിക്കുന്നത് ഇലക്ട്രോണിക് സിറ്റിയിലെ ദോതങ്കമംഗലം പറഞ്ഞ വില്ലേജിൽ. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ അടുത്താണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു യൂബർ ഓട്ടോ ബുക്ക് ചെയ്തു. അപ്പോൾ ബുക്ക് ചെയ്ത് നമ്മൾ ഇലക്ട്രോണിക് സിറ്റി ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വഴി തന്നെ ഇൻഫോസിസും ടെക് മഹേന്ദ്ര, TCS അങ്ങനത്തെ എല്ലാ IT കമ്പനികളെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിരിക്കുന്നത് ഒരു IT കാരുടെ ഒരു സൈഡിലാണ്. അപ്പോൾ അങ്ങനെ കുറേ IT കമ്പനീസും, ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലും IT കമ്പനീസ് അങ്ങനത്തെ എല്ലാം ചേർന്നൊരു ഇതാണ്, ഔട്ടർ സിറ്റിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇലക്ട്രോണിക് സിറ്റി ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ചില യാത്രകൾ നമ്മൾ ഒരിക്കലും മറക്കാറില്ല, അല്ലേ? പ്രത്യേകിച്ച് സ്വന്തം നാട്ടിലേക്ക് നമ്മൾ തിരികെ പോകുമ്പോൾ യാത്രകൾ എന്നും നമുക്ക് സന്തോഷം പകരാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെയും ബാംഗ്ലൂരിൽ നിന്നും കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ള യാത്ര. പഠനത്തിനും ജോലിക്കുമൊക്കെ ആയിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് 3 വർഷമായി. അപ്പോൾ നഗരത്തിൻ്റെ തിരക്കിലും ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ഓരോ സീനറീസ്. അപ്പോൾ അങ്ങനെ അവസാനം അവധിക്കാലം വന്നപ്പോൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവിടെ നമുക്ക് കാൽ വെക്കുമ്പോൾ തന്നെ അറിയാം നഗരത്തിൻ്റെ തിരക്ക്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൊസൂർ അല്ലെങ്കിൽ കർമ്മരാജം. ഈ 2 സ്റ്റേഷനാണ് നമുക്ക് അടുത്ത്. ഇപ്പോൾ നമുക്ക് യെല്ലോ ലൈൻ മെട്രോ വന്നതുകൊണ്ട് ASR നമുക്ക് എളുപ്പമാണ്. അങ്ങനെ നമ്മൾ BMTC ഇലക്ട്രോണിക് സിറ്റി ബസ് സ്റ്റോപ്പ് എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ആൾക്കാർ ജോലി കഴിഞ്ഞ് വരുന്നവരുണ്ട്, പിന്നെ ജോലി നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉള്ളവർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി ബസ് സ്റ്റോപ്പിലേക്ക് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ബസ് കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും പോകേണ്ടത് ഹൊസൂർ ബസ് സ്റ്റോപ്പിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ബസ് സ്റ്റോപ്പിൻ്റെ മെട്രോ പില്ലേഴ്സിൻ്റെ സൈഡിലാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ നിറയെ ബസ്സുകളും കാറുകളും ബൈക്കും എല്ലാം പോവുകയാണ്. ഇത് നമ്മുടെ ബസ്സും കാത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മറ്റേ സേലം ബസ് ഉണ്ട്, അതായത് എല്ലാ ബസ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതൊക്കെ സിറ്റി ബസ്സാണ്. ഇവിടുന്ന് ബൊമ്മസാൻഡ്ര, ചന്തപുര, ആത്തിവല്ലി അങ്ങനെയൊക്കെ പറയുന്ന ബസ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഹൊസൂർ ബസ് ഇങ്ങനെ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 45 രൂപയാണ് ഇവിടുന്ന് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും ഹൊസൂരിലേക്ക്. അപ്പോൾ നമ്മൾ ഹൊസൂർ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മളിങ്ങനെ അപ്പുറത്ത് വിൻഡോ സൈഡായിരുന്നു. അങ്ങനെ യാത്രകളെല്ലാം നോക്കി തിരക്കും. വൈകുന്നേരം ആകുമ്പോൾ മെയിൻ പ്രോബ്ലം ട്രാഫിക്കാണ്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ഒരു യൂബർ ബൈക്ക് ബുക്ക് ചെയ്തു നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നു, ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ നമ്മളങ്ങനെ ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോൾ ഹൊസൂർ തിരക്കുണ്ട്, ഇല്ലയെന്നല്ല, എന്നാലും കുറവാണ്. നൈറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഇത്രയും എല്ലാവരും ഇങ്ങനെ ട്രെയിനിലും അവിടെ ഇവിടെ എല്ലാം പോകാൻ വേണ്ടിയുള്ള ഒരു റഷാണ്. അങ്ങനെ നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സ്റ്റേഷൻ ഹൊസൂരിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഹൊസൂരിൽ നിന്ന് പാലക്കാട് വരെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ തിരുവനന്തപുരം പോകുന്ന ട്രെയിനാണ്. നമുക്കപ്പോൾ പാലക്കാട് വരെയാണ് നമുക്ക് പോകേണ്ടത്. പാലക്കാട് നമ്മൾ വേറെ ബസ്സിലാണ് പോകുന്നത്. ഇതാണ് അപ്പോൾ ഹൊസൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി അങ്ങനെ നമ്മൾ സ്റ്റേഷനെത്തി. ട്രെയിൻ പുറപ്പെടാനുള്ള പ്രഖ്യാപനങ്ങളും യാത്രക്കാരുടെ ആവേശവും ചായക്കടകളുടെ ഗന്ധവും എല്ലാം ചേർന്ന് ഒരുപാട് സജീവമായ ഒരു അന്തരീക്ഷം. അതങ്ങനെയല്ലേ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ. നമ്മളിങ്ങനെ ട്രെയിൻ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മറ്റേ ട്രെയിൻ വരുന്നതിൻ്റെ ഉള്ള ഒരു ഇതും പറയും. നമ്മുടെ ട്രെയിൻ നമ്പർ അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിലെത്തും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അങ്ങനെ ട്രെയിൻ എത്തി. നമ്മൾ ട്രെയിനിൽ കയറി. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയൊരു ബാഗും മനസ്സിൽ നിറയെ നാട്ടിൽ പോകുന്നുള്ള സന്തോഷം. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് വന്നു. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ചിലർ ഫാമിലി ആയിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, ചിലർ എന്നെ പോലെ ഒറ്റയ്ക്കും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ സീറ്റ് കണ്ടെത്തി നമ്മൾ സീറ്റിലിരുന്നു. നമ്മൾ ഫസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ വിൻഡോ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് യാത്രകളെല്ലാം കാണുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളങ്ങനെ ഉറങ്ങി. നമ്മൾ ഉറങ്ങി രാവിലെ ഒരു 4:30, 5:30 ആ റേഞ്ച് ആകുമ്പോഴേക്കും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്, എൻ്റെ പാലക്കാട് ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരു ഇത് കേട്ടിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതാണ് അവിടെ നമ്മളൊരു ബസ് പിടിച്ച് KSRTC സ്റ്റാൻഡിൽ വന്നു. ഇതാണ് പാലക്കാട് KSRTC സ്റ്റാൻഡ്. ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് പൊള്ളാച്ചി ബസ്സിലാണ്. അപ്പോൾ പൊള്ളാച്ചി ബസ്സിൽ കൊഴിഞ്ഞാമ്പാറയാണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് കൊഴിഞ്ഞാമ്പാറയ്ക്കാണ് എടുക്കേണ്ടത്. ഡയറക്റ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ നമ്മൾ KSRTC കയറി ഇരുന്നു. നമ്മൾ പാലക്കാട് നിന്നും പൊള്ളാച്ചി ബസ്സും കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ള ബസ് കയറി. ഇനിയിപ്പോൾ വെറും ഒരു അരമണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ ബാംഗ്ലൂർ ബസ്സാണ്. ഞങ്ങൾ ബസ്സിൽ വരാറുള്ളപ്പോൾ ഇവിടെ നിന്നാണ് ബസ് കയറാറുള്ളത്. ഇതേപോലെ രാവിലെ 6:30 ആ റേഞ്ചിലൊക്കെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യും പാലക്കാട്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കൊഴിഞ്ഞാമ്പാറ ബസ്സും കിട്ടും. നമ്മൾ ബസ്സിൽ കയറി അങ്ങനെ ഇതൊക്കെ പാലക്കാട് നമ്മുടെ നഗരമാണ്. ഇത് നമ്മുടെ ഹൈവേ ആണ് ബാംഗ്ലൂരിക്കുള്ളതും. ഇത് ചന്ദനഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടുപാത ജംഗ്ഷനിലെത്തി. അങ്ങനെ നമ്മൾ കൂട്ടുപാത ജംഗ്ഷനിൽ നിന്നും ഇങ്ങനെ നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. മഴ പെയ്ത് കഴിഞ്ഞത് കൊണ്ടൊക്കെ നല്ല മണ്ണിൻ്റെ മണവും അങ്ങനെ നല്ല വേറെ ഒരു ബാംഗ്ലൂർ തിരക്കിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം. നല്ല നെൽപ്പാടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും കവുങ്ങും എല്ലാം കാണുമ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ മൊത്തം ബിൽഡിങ്സും ബിസി ആയിട്ടുള്ള ലൈഫ്. പക്ഷേ നേരെ തിരിച്ച് പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഗ്രാമീണ സൗന്ദര്യമൊക്കെ ഉള്ള ഒരിത്. അങ്ങനെ നമ്മൾ പാറ ജംഗ്ഷനിലെത്തി. ഇവിടെ നമുക്ക് അങ്ങനെ നമ്മൾ കൊഴിഞ്ഞാമ്പാറ എത്തി. ഇതാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങില്ല, ഈ സൈഡിൽ കൂടി നമുക്ക് പോകാം. ഇത് നമ്മുടെ സ്കൂളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഞാൻ പഠിച്ച സ്കൂൾ, UP സ്കൂൾ, ഗവൺമെൻറ് UP സ്കൂൾ കൊഴിഞ്ഞാമ്പാറ. നമ്മുടെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, വിനായകൻ്റെ അമ്പലമാണ്. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ അമ്പലത്തിലൊക്കെ വരാറുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴി. അങ്ങനെ നമുക്ക് ഈ സൈഡിൽ കൂടെ, നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും വളരെ അടുത്താണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെറിയൊരു വഴി കൂടെ വന്നാൽ നമ്മുടെ വീടെത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്താറായി. നമ്മുടെ റോഡും സ്ഥലവും എല്ലാം വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ വീടെത്താറായി. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ. വേറെ വീഡിയോയുമായി കാണാം. ബൈ.